നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് ഈ നമ്മളുടെ കോലൈസ് ഉണ്ടല്ലോ, ഈ ഐസ് വിൽക്കാൻ വന്ന കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന കുറച്ച് ബിസിനസ് ട്രിക്കുകൾ, ഇന്നത്തെ പ്രാക്ടിക്കൽ ബിസിനസ്സിൽ നമ്മൾ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന കുറേ ട്രിക്കുകൾ ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് കുറച്ച് നേരം നിന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ശരിക്കും കുഞ്ഞുങ്ങളുടെ അടുത്തുനിന്ന് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ടെന്നും അത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതും. ഈ കോലൈസ് അവർക്ക് കിട്ടുന്നതിൻ്റെ ജസ്റ്റ് ഇരട്ടിയായിട്ടാണ് അവർ വിൽക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അവർക്ക് 2 രൂപയ്ക്ക് വിൽക്കുന്ന ഐസ് കയ്യിലുണ്ട്, 5-ൻ്റെ ഉണ്ട്, 10-ൻ്റെ ഉണ്ട്. ഇപ്പോൾ 2 രൂപയ്ക്ക് കൊടുക്കുന്ന ഐസ് ഒരു പക്ഷേ 1 രൂപയ്ക്കായിരിക്കും, 5-ൻ്റെന് ഒരു പക്ഷേ 2 രൂപയോ 2.5 രൂപയായിരിക്കും, 10-ൻ്റെ ആണെന്നുണ്ടെങ്കിൽ 4 രൂപ 5 രൂപയായിരിക്കും. അവർ നടന്നിട്ടാണ് വയ്ക്കുന്നത്. ഒരാളുടെ കയ്യിലൊരു വിസിലുണ്ട്, ഒരാളുടെ കയ്യിലൊരു പി ഉണ്ട്, അല്ലേ? പി എന്നടിക്കുന്ന ഒരു പി ഉണ്ട്. അപ്പോൾ അവരിത് അടിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വരുന്നത്. ഈ അടിച്ചിട്ട് വരുമ്പോഴുണ്ടാകുന്ന സംഭവം, അവരുടെ കയ്യിൽ ഐസ് ഉണ്ടെന്നും അവരുടെ കസ്റ്റമേഴ്സിനെ അവരിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ മോഡേൺ മാർക്കറ്റിൽ നമ്മളിതിനെ അവയർനെസ് അല്ലെങ്കിൽ ബിസിനസ് അവയർനെസ് എന്ന് പറയും. ഞാനൊരു ബിസിനസ് നടത്തുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഇന്ന പ്രൊഡക്റ്റുകളുണ്ട് എന്ന് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുന്ന ആ ഒരു ഫങ്ഷനാണ് കുഞ്ഞുങ്ങൾ പിയും എന്താ പറയുക വിസിൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്യും, ഗൂഗിളിൽ പരസ്യം ചെയ്യും, ഹോർഡിങ്സുകൾ വെക്കും, പോസ്റ്റർ അടിക്കും, നോട്ടീസുകൾ അടിക്കും. ഈ ചെയ്യുന്ന അതേ പ്രോസസ്സാണ് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. രണ്ടാമത്തത്, അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പം 5 രൂപയുടെ ഒരു ഐസ് 4 രൂപ എൻ്റെ അടുത്തുള്ളൂ, അങ്ങനെയാണെങ്കിൽ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരാളും ഇല്ല, തരില്ല. കാരണം അലിഞ്ഞു പോയാൽ പോലും അവർ തരില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഇന്ന് ഞാൻ 4 രൂപയ്ക്ക് തന്നാൽ, ഒരു കുട്ടി പറഞ്ഞാണ്, ഇന്ന് 4 രൂപയ്ക്ക് തന്നാൽ ഇക്കാക്ക നാളെ 4 രൂപ വെച്ചിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നില്ലെങ്കിൽ നാളെ ഇക്കാക്ക ഈ 4 രൂപയും വെച്ച് ഞങ്ങളുടെ ഐസ് നോക്കി ഇരിക്കില്ല. സത്യമാണ്. ഇന്ന് നമ്മൾ വില കുറച്ച് കൊടുത്താൽ നാളെയും ഇവൻ്റെ അടുത്തുനിന്ന് വില കുറച്ച് കിട്ടും എന്ന് പറഞ്ഞ് ചീപ്പ് കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്ത് എത്താനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയെ നമ്മൾ എന്ത് ചെയ്യും, വില കുറച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു സമ്പ്രദായം നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തരം കസ്റ്റമേഴ്സിനെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്താം. ഒന്ന്. രണ്ടാമത്തത്, കുഞ്ഞുങ്ങൾ ടേൺ ഓവർ ബേസ് ചെയ്തിട്ടല്ല കച്ചവടം നടത്തിയത്, അവർ പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ടാണ് കച്ചവടം നടത്തുന്നത്. ഇപ്പോൾ വില കുറച്ച് കൊടുത്തിട്ടുള്ള കച്ചവടങ്ങളൊക്കെ ടേൺ ഓവർ ബേസ് ചെയ്തിട്ടാണ്. ഇന്ന് എത്ര രൂപയാണ്, ഇന്നൊരു 10,000 രൂപയ്ക്ക് ചെയ്തു, അല്ലെങ്കിൽ 20,000 ചെയ്തു, അല്ലെങ്കിൽ 50,000 ചെയ്തു. ഓക്കെ, അതിനകത്ത് എത്ര ശതമാനം പ്രോഫിറ്റ് വരുന്നുണ്ട് എന്നുള്ളത് ശരിക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ ഞെട്ടിപ്പോവും. അപ്പോൾ പ്രോഫിറ്റ് എത്ര വേണം? ഏറ്റവും മിനിമം പ്രോഫിറ്റ് 35 to 40% പ്രോഫിറ്റ് എന്നാണ് കണക്ക്. ഈ ബിസിനസ് മാനേജ്മെൻറ്റിലൊക്കെ വരുന്ന ഒരു കണക്ക് 35 to 40% ഏറ്റവും മിനിമം നമ്മൾ ആ ഒരു മാർജിൻ ഇട്ടിട്ട് വേണം സെയിൽ ചെയ്യാൻ എന്നുള്ളതാണ്. അതായത് 100 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ 135-നോ 140 രൂപയ്ക്ക് വിറ്റിരിക്കണം. എങ്കിൽ മാത്രമേ സഫിഷ്യൻ്റ് ആവുന്ന ഒരു പ്രോഫിറ്റ് റേഷ്യോയിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇത് ആര് പഠിപ്പിച്ചു കൊടുത്തു എന്നറിയില്ല, പക്ഷേ കൃത്യമായിട്ട് അവർ പ്രോഫിറ്റ് കുറച്ചിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് അവർ പോകുന്നില്ല. ഇനി അതിനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ അടുത്തത് ചോദിച്ചത്, നിങ്ങളിപ്പോൾ ഈ വരുന്ന വഴിക്ക് വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഐസ് കച്ചവടം ആവില്ലല്ലോ. മോഡേൺ ബിസിനസ് മാനേജ്മെൻറ്റിൽ നമ്മളതിനെ മാർക്കറ്റ് അനലൈസേഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് സെർച്ചിങ് എന്നൊക്കെ പറയാം. ആ ഒരു ടൈം ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ആവശ്യക്കാർ ഏത് മാർക്കറ്റിലാണുള്ളത് ആ മാർക്കറ്റിൽ നമ്മളുടെ പ്രൊഡക്റ്റ് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മാർക്കറ്റ് അനലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിമാൻഡ് കുറവുള്ള മാർക്കറ്റുകളെ ഒഴിവാക്കിയിട്ട് ഡിമാൻഡ് കൂടുതലുള്ള മാർക്കറ്റുകളിലേക്ക് നമ്മൾ പോകുന്നു. ഇപ്പം മീനിൻ്റെ മാർക്കറ്റ് ഡിമാൻഡ് കുറവ് ഈ ഹാർബറും പരിസരങ്ങളിലും അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. പക്ഷേ ഡിമാൻഡ് കൂടുതൽ മലയിലോട്ടുള്ള, അതായത് കിഴക്കൻ മേഖലകളിലേക്ക്, മീൻ അധികം എത്താത്ത ആ ഒരു മേഖലയിലേക്കായിരിക്കും ഡിമാൻഡ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ആ ഡിമാൻഡ് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? ഈ മാർക്കറ്റ് അനലൈസേഷൻ കുട്ടികൾ എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം.
കുഞ്ഞുങ്ങളതിന് പറഞ്ഞ ഉത്തരം വരുന്ന വഴിക്ക് നിലത്ത് നോക്കി നടന്നാൽ മതി. അത് കുറച്ചൊരു വീതിയുള്ള ഒരു ഇതാണല്ലോ, ഐസിൻ്റെ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് വീതിയുള്ളതാണല്ലോ. അപ്പോൾ പുതിയ ഐസ് സ്റ്റിക്കുകൾ, ഉണങ്ങാത്ത ഐസ് സ്റ്റിക്കുകൾ അങ്ങനെയുള്ളതൊക്കെ കണ്ടിട്ടുണ്ട്. കുറച്ചൊന്നും നടക്കുമ്പോൾ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഒരു ബട്ടർ പേപ്പറിൻ്റെ ഒരു കവറുണ്ടാവും ഇപ്പം ഐസിൽ. ഈ കവറ് ഒക്കെ വല്ലാതെ ഉണങ്ങാതൊക്കെ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഈ വഴിക്ക് വേറെ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അതുകൊണ്ട് ആ വഴിക്ക് പോവില്ല. ഉടനെ ഞങ്ങൾ എന്ത് ചെയ്യും, റൂട്ട് മാറ്റിയിട്ട് വേറൊരു വഴിക്ക് പോകും. അതും മാർക്കറ്റ് അനലൈസേഷൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റ് സെർച്ചിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്നതാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് യാന്ത്രികമായിട്ടും ഉണ്ടായി വരുന്ന ഒന്നാണ്. അല്ലെങ്കിൽ അത് ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ട് വരുന്നതല്ല. അവരവരുടെ പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ട് ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവർ ആ മാർക്കറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. പിന്നെ വില കുറച്ച് കൊടുക്കുന്ന കാര്യം ഞാൻ ചോദിച്ചു, കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഈ 2 കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം, അവരുടെ അടുത്ത് 3 പ്രൊഡക്റ്റ്, സാധാരണ ഒരു ഐസ്, പിന്നെ കുറച്ചും കൂടെ വില കൂടിയതൊന്ന്, പിന്നെ അത്യാവശ്യം വിലയുള്ള ഒരു ഐസ്. അപ്പോൾ ഈ വിലയുള്ളത് വളരെ കുറച്ച് അവരുടെ കയ്യിലുള്ളൂ. ഈ വിലയുള്ള ഐസിനെ നമ്മൾ പറയുന്ന പേര് പ്രീമിയം പ്രൊഡക്റ്റ് എന്നാണ്. പ്രീമിയം പ്രൊഡക്റ്റിന് പ്രീമിയം കസ്റ്റമേഴ്സ് വരും. അവരുടെ അടുത്ത് നമുക്കധികം വില പേശേണ്ട കാര്യമില്ല, നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ചെറിയ ശ്രേണി അല്ലെങ്കിൽ ഒരു ചെറിയ പെർസെൻറ്റേജ് അവരുടെ കയ്യിലുണ്ട്. പിന്നെ മിഡിൽ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മുകളിലും അല്ല അടിയിലും അല്ലാത്ത വിധത്തിലുള്ള മീഡിയം ലെവൽ സാധനം അവരുടെ കയ്യിലുണ്ട്. അപ്പം ഏറ്റവും ചീപ്പായിട്ടുള്ള സാധാരണ മിഡിൽ ക്ലാസ്സിൻ്റെയും അടിയിൽ നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള സാധാരണ ഐസും ഉണ്ട് അവരുടെ അടുത്ത്. അപ്പം അവരറിയാതെ തന്നെ അവരുടെ കസ്റ്റമേഴ്സിനെ അവർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ബിലോ മീഡിയം, മീഡിയം, എബോവ് മീഡിയം, അല്ലേ? പ്രീമിയം കസ്റ്റമേഴ്സിന് വരുന്നത് മീഡിയം കസ്റ്റമേഴ്സ്, ചീപ്പ് കസ്റ്റമേഴ്സ്, ഇങ്ങനെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമ്മളും ഇതേമാതിരി ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മളുടെ ചീപ്പ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതിൻ്റെ അവിടെ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് പ്രോഫിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അടി പറ്റും എന്നുള്ളത് കുഞ്ഞുങ്ങളുടെ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ്. നമ്മളുടെ കയ്യിൽ പ്രീമിയം പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓരോ കസ്റ്റമറിൻ്റെ ശ്രേണിയെ, അവൻ്റെ ബൈയിങ് കപ്പാസിറ്റിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പ്രൊഡക്റ്റുകൾ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളതും നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. മാർക്കറ്റ് അനലൈസേഷൻ, നമുക്ക് ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകൾ ഈ മാർക്കറ്റിൽ കൊടുക്കുക. അതല്ലാതെ ഡിമാൻഡ് ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ ഒരു മാർക്കറ്റിൽ ഉയർന്ന പ്രോഫിറ്റ് എടുത്തിട്ട് കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഒരിക്കലും അത് മയക്കുമരുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവരുത്, ലീഗലി വിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകൾ കണ്ടെത്തുക, മാക്സിമം പ്രോഫിറ്റിൽ വിൽക്കുക. പ്രോഫിറ്റിനകത്ത് ഒരു 35 to 40%, ചില പ്രൊഡക്റ്റുകൾ 100%, 110% ഒക്കെ ആയിട്ട് പ്രോഫിറ്റ് റേഷ്യോ കൂടാം. അതതിൻ്റെ ഡിമാൻഡ്, അതിൻ്റെ അവൈലബിലിറ്റി, ഈ 2 കാര്യത്തെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രോഫിറ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ബിസിനസ്സിലും കൂടെ നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. കുഞ്ഞുങ്ങളുടെ ഐസ് കച്ചവടത്തിൽ നിന്നും നമുക്കും പല കാര്യങ്ങളും പഠിക്കാനുണ്ടെന്നും മനസ്സിലാക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം വരാം. ബൈ.